ജീവകാലമൊക്കെയും ലോകം ഇന്ന് ഞാൻ വരുന്നത് ഒരു കല്യാണ വീഡിയോ ആയിട്ടാണ്. നമ്മൾ മലയാളികൾക്ക് വിവാഹം എന്നാൽ വലിയൊരു ചടങ്ങാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരവും അർത്ഥവത്തുമായ ഒരു ചടങ്ങ്. ഒന്നും കൂടെ പറഞ്ഞാൽ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം. മലയാളികളുടെ വിവാഹം എന്നാൽ അത് നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി നല്ല രീതിയിൽ ബന്ധമുണ്ട്. നിറമുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, താലികെട്ട്, താലപ്പൊലി, മാലയിടൽ, മോതിരം മാറ്റൽ, സിന്ദൂരം ചാർത്തൽ, മേളങ്ങൾ, നൃത്തങ്ങൾ, അങ്ങനെ നിരവധി ആചാരങ്ങളിലൂടെ നമ്മളിൽ പലരും വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത പരസ്പരം കൈകൊടുത്ത് കൊണ്ടുള്ള ഒരു കല്യാണത്തെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതെല്ലാം ഒഴിവാക്കിയാലും താലി കെട്ടാതെ കല്യാണ ബന്ധം പൂർണ്ണമാകുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാനൊരു കല്യാണത്തിന് പോയി. ഒരു ബന്ധക്കൊസ്ത് കല്യാണം. ഈ കല്യാണത്തിൻ്റെ വിശേഷതകളും ചടങ്ങുകളും പ്രത്യേകതകളും എല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെയിൽസ് ഓഫ് ഫീമെയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് മണവാളനെയും ഫാമിലിയും പരിചയപ്പെടാം. മണവാളൻ്റെ പേര് ജെയ്സൺ എന്നാണ്. മണവാളൻ്റെ അച്ഛനും അമ്മയാണ് ഇരിക്കുന്നത്. പിന്നെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്, പിന്നെ സിസ്റ്റേഴ്സിൻ്റെ മക്കള്. ഇവരാണ് മണവാളൻ്റെ ഫാമിലി. ഫോട്ടോസും വീഡിയോസും മണവാളനും മണവാളൻ്റെ റിലേറ്റീവ്സും ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസ്റ്റർ വന്ന് പാട്ടുപാടി ചടങ്ങ് ആരംഭിക്കും. പിന്നീട് പ്രാർത്ഥിക്കും. വേറൊരു പാസ്റ്ററും വന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർമാരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് മണവാളൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പറഞ്ഞുവിടും. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഇല്ല. എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചതിന് ശേഷം മണവാളൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നേരെ ഇനി ഓഡിറ്റോറിയത്തിലേക്ക്. ഇവരുടെ കല്യാണം നടക്കുന്നത് പള്ളിയിൽ വെച്ചല്ല, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഒന്നെങ്കിൽ സഫയുടെ പാരിഷ് ഹാൾ, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഓഡിറ്റോറിയം. ഈ കല്യാണം നടന്നത് അരോമ ഓഡിറ്റോറിയം വൈക്കൽ വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ഓഡിറ്റോറിയത്തിലെ ചടങ്ങുകളാണ് ആരംഭിക്കുന്നത്. ആദ്യം തന്നെ പാസ്റ്റർ വധുവിനെയും വരനെയും ക്ഷണിക്കും. വധുവിൻ്റെ പേര് സോനു എന്നാണ്. 2.5-3 മണിക്കൂറോളം ദീർഘമേറിയ കല്യാണമാണിത്. ഓഡിറ്റോറിയത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചാർട്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ചെയറിലും ഈ പ്രോഗ്രാം ചാർട്ട് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് തന്നെ സർവീസിൻ്റെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്, വെൽക്കം സ്പീച്ച് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, മെസ്സേജ്, സ്ക്രിപ്ചർ റീഡിങ്, ബ്ലെസ്സിങ് പ്രെയർ, അങ്ങനെ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കല്യാണത്തിന് 2 ആഴ്ച മുമ്പേ വധൂവരന്മാരുടെ പള്ളിയിൽ വധൂവരന്മാരെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ പരസ്യമായിട്ട് വായിക്കാറുണ്ട്. ഈ കല്യാണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ മറ്റ് എതിർപ്പുകളോ ഉണ്ടെങ്കിൽ അവർക്കത് റീജിയണൽ ഓഫീസുമായിട്ട് തെളിവ് സഹിതം ബന്ധപ്പെടാവുന്നതാണ്. പക്ഷേ ഈ കല്യാണത്തിന് അങ്ങനെയുള്ള എതിർപ്പുകളൊന്നും ഇല്ലാത്തതിനാൽ ചടങ്ങുകൾ ആരംഭിക്കുക എന്നാണ് പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വരനെയും വരൻ്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ വധുവിനെയും വധുവിൻ്റെ വീട്ടുകാരെയും സ്റ്റേജിലോട്ട് പാസ്റ്റർ ക്ഷണിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ബൈബിൾ റീഡിങ്ങും ഒരു പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ വധുവിനെയും വരനെയും അവരുടെ ബന്ധുക്കളെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഇനി അടുത്തതായി ഒരു പ്രാർത്ഥനയും പിന്നീട് മെസ്സേജും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ പാസ്റ്റർ സ്പീച്ച് പറയട്ടെ. ഞാൻ ഈ കല്യാണത്തെ പറ്റി പറയുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ചോദ്യം എന്തെന്നാൽ, എന്താണ് ഈ പെന്തക്കോസ്ത്? ഇവരും മറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവരുടെ കല്യാണ ചടങ്ങുകളും വസ്ത്രരീതികളും എങ്ങനെ വ്യത്യസ്തമായി? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇതിനുള്ള ഉത്തരമെല്ലാം ഞാൻ തരാം. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു സമുദായമാണ് ബെന്തക്കോസ്ത് കമ്മ്യൂണിറ്റി. ഞാൻ ഇനി പറയാൻ പോകുന്നത് ക്രിസ്ത്യൻസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്കിത് മനസ്സിലാകും.
മറ്റ് റിലീജിയൻ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സിമ്പിളായിട്ട് പറയാം. ബെന്തക്കോസ്തെ എന്ന വാക്ക് ബെന്തക്കോസ്തെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ അർത്ഥം 50-ാം ദിവസം. ബെന്തക്കോസ്ത് ദിനത്തിൽ പവിത്രാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങിയ ഒരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെ. ഈ വാക്യങ്ങളാണ് ഈ സമുദായത്തിൻ്റെ അടിസ്ഥാനം. ബെന്തക്കോസ്ത് സമുദായത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1-ാം നൂറ്റാണ്ടിലാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം 50 ദിവസം കഴിഞ്ഞ് പവിത്രാത്മാവ് ശിഷ്യന്മാരിൽ ഇറങ്ങിയ ദിവസമാണ് ബെന്തക്കോസ്ത് ദിനം. ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് നിന്നൊരു വലിയ കാറ്റ് പോലെയുള്ള ശബ്ദം, തീയുടെ ഭാഷകൾ പോലെ കാഴ്ച. അവർക്ക് ലഭിച്ചത് ഒരു ദിവ്യഭക്തി, പവിത്രാത്മാവിൻ്റെ ശക്തി. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അതിവിശേഷമായ സുവിശേഷം ലോകമാകെ പ്രഘോഷിച്ചു. അതാണ് ഈ സഭയുടെ ആരംഭം. ആധുനിക ലോകത്ത് ബെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം 20-ാം നൂറ്റാണ്ടിലാണ്. 1906 അസൂസ സ്ട്രീറ്റ് റിവൈവൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന ഒരു ഉണർവാണ് പിന്നീടുള്ള ബെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് തുടക്കമായത്. ഈ ഉണർവിലൂടെ വിശ്വാസികൾ അന്യഭാഷ പ്രവചനം, ആശരണർക്കായുള്ള സേവനം, ആത്മീയ പുനരുജ്ജീവനം ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇതിനു പിന്നാലെ അമേരിക്കയിലും യൂറോപ്പിലെയും മറ്റു ഭാഗങ്ങളിലെയും സഭകളും ഈ ആത്മീയ വഴിയിൽ ചേർന്നു. പെട്ടെന്നായിരുന്നു ലോകമാകെയുള്ള ബെന്തക്കോസ്ത് സഭകൾ രൂപപ്പെട്ടത്. ദ ബെന്തക്കോസ്റ്റൽ മിഷൻ, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്, ഷാരോൺ, സിലോൺ പെന്തക്കോസ്റ്റൽ മിഷൻ, ന്യൂ ഇന്ത്യ ചർച്ച് ഇങ്ങനെ സഭകളും രൂപപ്പെട്ടു. ഇന്ന് ലോകത്താകമാനം 60 കോടിയിലധികം ബെന്തക്കോസ്ത് വിശ്വാസികളുണ്ട്. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ബെന്തക്കോസ്ത് പ്രസ്ഥാനം 1920-കളിൽ തന്നെ ആരംഭിച്ചു. എരുമേലി, കുമ്പനാട്, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ സമുദായം വളരാൻ തുടങ്ങി. പിന്നീട് മറ്റ് സ്ഥലങ്ങളുമായി ഈ സഭ വളർന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബെന്തക്കോസ്ത് സമുദായം എന്നത് ദൈവം മനുഷ്യരിൽ ആത്മാവിനെ ഒഴിച്ച് അവരെ ആത്മീയമായി ശക്തരാക്കി സുവിശേഷത്തിന് തയ്യാറാക്കിയുള്ള ഒരു ജീവനുള്ള വിശ്വാസപാതയാക്കി. ഇനി കല്യാണ ചടങ്ങിലോട്ട് വരാം. ഇനിയിപ്പോൾ വധുവിനും വരനും ഈ കല്യാണത്തിന് സമ്മതമാണോ അല്ലയോ എന്നാണ് പാസ്റ്റർ ഇവരോട് ചോദിക്കുന്നത്. ഇരുവരും സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇരുവർക്ക് സമ്മതമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് പാസ്റ്റർ ഇരുവരുടെയും കൈകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വിവാഹ വാഗ്ദാനമുണ്ട്. വരനും വധുവും ദൈവസാക്ഷിയായി ജീവിതമൊത്ത് പരസ്പരം വിശ്വാസപൂർവ്വം ജീവിക്കുമെന്നും സഭയെ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി പരസ്പരം വാഗ്ദാനം ചെയ്തു. സോനു കെ ജോൺ ആവുന്നതിന് ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം നിന്നോടുകൂടെ ചേർന്ന് പാർത്തുകൊള്ളാമെന്നും നമ്മുടെ ഇരുവരുടെയും ജീവകാലമൊക്കെയും ലോകത്തിൽ മറ്റെല്ലാവരെക്കാൾ ഉപരി നിന്നെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് ആശ്വസിപ്പിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മരണത്താൽ നാം തമ്മിൽ വേർപിരിയും വരെ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിനക്ക് ഉത്തമനായ ഒരു വിശ്വസ്ത ഭർത്താവിന്റെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്നും കർത്താവിനെയും തിരുസഭയെയും സാക്ഷിയാക്കി നിന്നോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും തിരുസഭയും ഇതിന് സാക്ഷികൾ. സോനു കെ ജോൺ ആകുന്ന ഞാൻ ജെയ്സൺ ജോയി ആകുന്ന അങ്ങയെ ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം
അങ്ങയോട് കൊള്ളാം എന്നും കർത്താവിനെയും തിരുസഭയെയും സാക്ഷിയാക്കി അങ്ങയോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും തിരുസഭയും ഇതിന് സാക്ഷികൾ. ഈ വാഗ്ദാനമാണ് ഇവരുടെ വിവാഹത്തിന്റെ അടിസ്ഥാനം. വിവാഹമോതിരമില്ല, മിന്നുകെട്ടില്ല, മാലയിടൽ ചടങ്ങില്ല. അതിന് കാരണം ഈ സഭയിലെ വിശ്വാസികൾ ആരും തന്നെ ആഭരണങ്ങളൊന്നും ഉപയോഗിക്കില്ല. ബെന്തക്കോസ്ത് വിവാഹം എന്നത് വെറും ഒരു ചടങ്ങല്ല, അതൊരു ദൈവിക ക്ഷണമാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലേക്കും ദൈവമേഖലയിൽ നിന്നുള്ള അനുഗ്രഹീത കുടുംബജീവിതത്തിലേക്കും ഈ ദൈവിക ബന്ധത്തിന് സർവശക്തനായ ദൈവത്തിൻ്റെ കൈപിടുത്തം ഉണ്ടാകട്ടെ. എല്ലാവിധ വിവാഹ മംഗള ആശംസകളും ഇവർക്ക് നേരുന്നു. പിന്നീട് ഇരുവരും വിവാഹ രജിസ്ട്രേഷനിൽ ഒപ്പുവെക്കുന്നു. അതുപോലെ തന്നെ വധൂവരന്മാരുടെ പള്ളികളിൽ നിന്ന് 2 ആൾക്കാർ വന്നിട്ട് സാക്ഷിയായിട്ട് ഒപ്പുവെക്കും. അതുപോലെ തന്നെ 2 ചർച്ചുകളിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തികൾ വന്നിട്ട് ഇവർക്ക് വിവാഹ സമ്മാനങ്ങൾ കൊടുക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ പാസ്റ്റർമാരും ഇവരുടെ ചുറ്റും നിന്നുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ച് ചടങ്ങുകളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നു. നിയമപരമായ രജിസ്ട്രേഷനും സഭാശേഖകളിൽ പൂരിപ്പിച്ച് ഒപ്പുവെച്ചതുമായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവർ വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് തന്നെ വാങ്ങുന്നു. അങ്ങനെ കല്യാണ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ടെല്ലാം കോമൺ ആണ്. ഫോട്ടോ എടുക്കൽ, ജ്യൂസ് കൊടുക്കൽ, കേക്ക് മുറിക്കൽ എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇവരിവിടെ ഇന്ന് ഫോട്ടോ എടുക്കട്ടെ, നമുക്ക് ഫുഡിലേക്ക് പോവാം. കല്യാണ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡ്. ജീവൽ കാറ്ററിങ്ങിൻ്റെ ആയിരുന്നു ഫുഡ്. ഈ ചടങ്ങുകൾ കാരണം ഈ ഷട്ടറെല്ലാം അടച്ചിട്ടേക്കുകയായിരുന്നു. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഷട്ടർ അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് ബീഫിൻ്റെ ആ മണം എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട. പിന്നെ 3 മണിക്കൂറിന് ശേഷമുള്ള ഫുഡ് കഴിപ്പല്ലേ, അതും കൂടെ ആയിരുന്നപ്പോഴത്തേക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളി ഫുഡായിരുന്നു. കാറ്ററിങ്ങിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ബെന്തക്കോസ്ത് വെഡിങ് ഇവിടെ തീരുന്നു. അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് പ്ലീസ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ.